എന്താടോ പേടിച്ചു പോയോ? പേടിയുണ്ടാവും. നമ്മൾ നമ്മുടെ ജീവനെ പേടിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളവർ ഓർത്തിട്ട്. എന്തിനും തക്കതായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാവൂലേ ഹരിയുടെ കയ്യിൽ, അല്ലേ? ഐ ലൈക്ക് ഇറ്റ്. ആ പിന്നെ ഞങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് താൻ ചോദിച്ചില്ലല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു നല്ല കാര്യം ചെയ്തു. അയ്യോ, നിത്യയുടെ കാര്യമൊന്നുമില്ല, മനുവിൻ്റെയും ജ്യോതിയുടെയും കാര്യം. എടോ, മനു ഒന്ന് മാപ്പ് പറഞ്ഞു, ജ്യോതിയെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ജ്യോതിയുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ കിടന്നു. ഇതാ ഇയാൾക്കറിയാം. എന്തായാലും അവനെ കൂട്ടിക്കൊണ്ടുവരാൻ മുൻകൈ എടുത്ത നിലയ്ക്ക് ഞാൻ തന്നെ ഇത് പരിഹരിക്കാമെന്ന് കരുതി. അവരെ രണ്ടുപേരെയും ഒന്ന് സ്വകാര്യമായിട്ട് സംസാരിക്കാൻ വിട്ടു. ദേ, ഇത് ഞാനും നിത്യം കൂടെ ഉണ്ടാക്കിയ പ്ലാനാ. നൗ ദേ ആർ ഹാപ്പി. എന്താണ് തന്റെ അഭിപ്രായം? നല്ലതാ. ഒരു ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ടുപേർക്കും വ്യക്തമായൊരു നിലപാടുണ്ടാവുന്നത് നല്ല കാര്യമാണ്. അവർക്കെന്നല്ല, ജീവിതത്തിൽ പലരും പാലിക്കേണ്ട കാര്യമാണ് നിലപാട്. നിത്യേ, താനെന്തേയും മിണ്ടാ നിൽക്കുന്നേ? നിങ്ങളുടെ നിപ്പ് കണ്ടാ തോന്നുമല്ലോ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന്. സംസാരിക്കുന്നേ. നമുക്ക് പോവാൻ ജീവ. അതൊന്നും പറ്റില്ല. മനുവും ജ്യോതിയും സമ്പൂർണമായി ഒന്നിച്ചതിന്റെ പേരിൽ എനിക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. ഏത്? ഹരി, നമുക്ക് ഏതെങ്കിലും ഒരു ജ്യൂസ് കടയ്ക്ക് പോയല്ലോ. നമുക്കൊരേ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ചേരം സംസാരിച്ചുകൊണ്ടിരുന്നാലോ? എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. ഏയ്, ഇവിടെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്. നമുക്ക് ആ ചായക്കടയിൽ കയറിയാലോ? വേണ്ട, ഞാൻ പോവാ.